ഹായ് എവരി വൺ, ഐ എം ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മീഡിയൻ ടെസ്റ്റാണ്. ഇഫ് ദ സാമ്പിൾസ് ആർ നോട്ട് ദ സെയിം, സാമ്പിൾസ് സെയിം അല്ല, ഡിഫറെൻറ്റ് പോപ്പുലേഷൻ എന്നുള്ള സാമ്പിൾ ആണെന്ന് വിചാരിക്കും. അങ്ങനെ കേസിൽ നമ്മൾ പഠിച്ച സൈൻ ടെസ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കേസിലാണ് നമ്മുടെ മീഡിയൻ ടെസ്റ്റ് വരുന്നത്. This is to test whether the two independent samples are drawn from different populations with the same median. അപ്പോൾ ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ഒന്ന് വന്നിട്ടുള്ള രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിൾ, വേറെ വേറെ പോപ്പുലേഷൻ ആകുമ്പോൾ സാമ്പിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിൾസിന് സെയിം മീഡിയൻ ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Therefore, H note such that the two independent samples are from populations having the same median. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ? ഇപ്പോൾ എച്ച് നോട്ട് എന്ന് പറയുന്നത് ആ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിൾസ് ഒരേ മീഡിയൻ ആണ് എന്നുള്ളതാണ്. ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആണ് എന്നുള്ളത് നമ്മൾ എച്ച് നോട്ട് എടുക്കും, എഗെയിൻസ്റ്റ് അല്ല എന്നുള്ളത് H1 എടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പൂൾ ദ ഒബ്സർവേഷൻസ് ഓഫ് ദ ടു സാമ്പിൾസ്. നമുക്ക് രണ്ട് സാമ്പിൾസ് ഉണ്ടാകും, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ. ആ രണ്ട് സാമ്പിളും കൂടി മിക്സ് ചെയ്യാം, ഒരുമിച്ചാക്കാം, ഒറ്റ സാമ്പിളാക്കാം. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ കമ്പൈൻഡ് ഒബ്സർവേഷൻ. ആ ഒരുമിച്ചാക്കിയ ഒബ്സർവേഷൻസിൻ്റെ മീഡിയൻ കാണാം. മീഡിയൻ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? റോ ഡാറ്റയാണ്, ഫ്രീക്വൻസി ഇല്ലാത്ത ഡാറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് സെൻട്രൽ പൊസിഷനിൽ മിഡിലിൽ വരുന്ന ഒബ്സർവേഷൻ ഏതാണെന്നാണ് നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി ഡാറ്റയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി ഇല്ലാത്ത ഡാറ്റയാണ് നമുക്ക് ഈ ഒരു കേസിൽ വരുന്നത് കൂടുതൽ. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള മീഡിയൻ ആദ്യം കാണാം. കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ where n denote the size of the pooled observations and mu is the median of the pooled observation. നമ്മൾ രണ്ട് സാമ്പിളും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടോട്ടൽ നമ്പർ ഉണ്ടല്ലോ, എത്ര രണ്ട് സാമ്പിളും കൂടെ കൂട്ടിയിട്ടുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷനെ നമ്മൾ ക്യാപിറ്റൽ N വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാണ്. ദെൻ ആ ഒബ്സർവേഷൻസിൻ്റെ മീഡിയനെ മ്യൂ വെച്ച് ഡിനോട്ട് ചെയ്യും. ദെൻ മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. സാമ്പിൾ 1, സാമ്പിൾ 2, ടോട്ടൽ, എബവ് മീഡിയൻ, ബിലോ മീഡിയൻ ആൻഡ് ടോട്ടൽ. അപ്പോൾ 4 കോളംസും 4 റോസും വരുന്ന ഒരു ടേബിളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ കമ്പൈൻഡ് വാല്യൂസിൽ നോക്കുക, എബവ് മീഡിയൻ സാമ്പിൾ 1ൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പം അതിന് P എന്ന് കൊടുക്കുക, സ്മോൾ p. കുറേ ഒബ്സർവേഷൻസ് ഉണ്ടാകും. അതിൽ സാമ്പിൾ 1ൽ ഒബ്സർവേഷൻസ് നമുക്കറിയാം, മീഡിയൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ മീഡിയൻ്റെ മുകളിൽ എത്ര വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ സാമ്പിൾ 1ൽ മീഡിയൻ്റെ മുകളിലുള്ള വാല്യൂസിനെ P എന്ന് കൊടുത്തു. ദെൻ സാമ്പിൾ 2ൽ മീഡിയൻ്റെ മുകളിലുള്ള വാല്യൂസിനെ Q എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ Pയും Qവും കിട്ടും. അതിൻ്റെ ടോട്ടൽ P+Q എഴുതാം. സാമ്പിൾ 1ന്നും 2ന്നും കൂടെ മീഡിയൻ്റെ മുകളിലുള്ള വാല്യൂസ്, മീഡിയൻ കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂസ് നമുക്ക് P+Q കിട്ടും. ദെൻ അതുപോലെ തന്നെ മീഡിയൻ്റെ താഴെയുള്ള വാല്യൂസ് ഏതൊക്കെയാണ്, അത് സാമ്പിൾ 1ന്ന് ഉള്ള ഒബ്സർവേഷൻസ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് 6. ദെൻ സാമ്പിൾ 2ന്നാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉള്ളതെന്നുള്ളത് S. The number of observations below median from sample 1 is 6 and below median from sample 2 is S. The total R plus S. അതുപോലെ തന്നെ നമ്മൾ കോളം വൈസും ടോട്ടൽസ് കാണണം. സാമ്പിൾ 1ന്ന് എബവ് മീഡിയനും ബിലോ മീഡിയനും ടോട്ടൽ P+R ഒബ്സർവേഷൻസ് ഉണ്ടാകും. ദെൻ സാമ്പിൾ 2ൽ എബവ് മീഡിയനും ബിലോ മീഡിയനും ടോട്ടൽ Q+S ഒബ്സർവേഷൻസ് ഉണ്ടാകും. ദെൻ N is equal to ക്യാപിറ്റൽ N is equal to സ്മോൾ n1 plus n2. രണ്ട് സാമ്പിൾസിൻ്റെയും സൈസസ് ആഡ് ചെയ്തത്. ഈ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. Then if the pooled sample size is small, then proceed to 5. സാമ്പിൾ സൈസ്, നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി വലുതാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യാം. അപ്പോൾ സാമ്പിൾ സൈസ് ചെറുതാണെന്ന് വെക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് P given P+Q as, അതായത് F of
P given P plus Q എന്നുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാണ്, which is equal to N1CP into N2CQ divided by N1 plus N2CP plus Q. നമ്മൾ N1CP അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയെന്നുള്ള കോമ്പിനേഷനാണ്, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് P given P plus Q ആണ് നമ്മൾ കാണുന്നത്. എഫ് ഓഫ് P given P plus Q is equal to N1CP into N2CQ divided by N1 plus N2CP plus Q. And compare the calculated probability with the given significance level. നമുക്കൊരു ഗിവൺ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ തന്നിട്ടുണ്ടാവും. ആ ആൽഫയുമായിട്ട് ഈ കിട്ടിയ കണ്ടീഷണൽ പ്രോബബിലിറ്റിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യാം. If the calculated value of the probability is more than given significance level, അപ്പോൾ നമുക്ക് കിട്ടിയ ഈ എഫ് ഓഫ് P given P plus Q ആൽഫയിലേക്കാളും കൂടുതലാണെങ്കിൽ accept the null hypothesis. അപ്പോൾ നമ്മൾ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് റിജക്റ്റ് ഇറ്റ്. ഓക്കെ, ഇനി സാമ്പിൾ സൈസ് കൂടുതലാവുന്ന കേസ്, if the fold sample size is not small, use the chi-square test. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് chi-square ടെസ്റ്റ് ആണ്. അപ്പോൾ chi-square is equal to, ഇപ്പോൾ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ടാവും, ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും. ആ chi-square is equal to capital N into modulus PS minus QR minus capital N by 2 whole square divided by P plus Q into R plus S into P plus R into Q plus S. So chi-square is equal to capital N into PS mod PS minus QR minus N by 2 whole square divided by P plus Q into R plus S into P plus R into Q plus R. അപ്പോൾ chi-square ടെസ്റ്റ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും കണ്ടിൻജൻസി ടേബിൾ, 2x2 കണ്ടിൻജൻസി ടേബിൾ വരുമ്പോൾ കാണുന്ന ഒരു ഫോർമുലയാണത്. ഓക്കെ, ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഫോർമുല chi-square സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. The table value of chi-square is obtained by referring the chi-square table for 1 degrees of freedom at a given significance level. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫയ്ക്കും നമുക്ക് 2x2 ടേബിൾ ആണ്. അപ്പോൾ 1 degrees of freedom നമ്മൾ chi-square ടേബിൾ വാല്യൂ കാണാം. ദെൻ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കൂടി കമ്പയർ ചെയ്യാം. If the calculated value exceeds the table value, reject the hypothesis, otherwise accept it. അപ്പോൾ chi-square ടെസ്റ്റ് ചെയ്യുന്ന 2x2 കണ്ടിൻജൻസി ടേബിളിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. സാമ്പിൾ സൈസ് കൂടുന്ന കേസിൽ നമ്മൾ ആ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, KH കറക്ഷൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഈ ടൈപ്പിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മീഡിയൻ ടെസ്റ്റ് ചെയ്യാം. ദ ഇൻക്രിമെൻ്റൽ മന്ത്ലി സെയിൽസ് റവന്യൂ in lakhs of rupees in randomly selected regions against two different pure selling strategies, namely increased warranty period and increased price discount, is given below. Test whether the two samples are from the population with the same median given alpha is equal to 0.05. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്, ഇൻക്രീസ്ഡ് WP ആൻഡ് ഇൻക്രീസ്ഡ് PD സെയിൽസ് ഡാറ്റയാണ്. നമുക്ക് രണ്ട് സാമ്പിൾ ഉണ്ട്, സാമ്പിൾ 1 ആണ് ഇൻക്രീസ്ഡ് WP ആൻഡ് സാമ്പിൾ 2 ആണ് ഇൻക്രീസ്ഡ് PD. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ് നോക്കുക, ഫസ്റ്റത്തെ സാമ്പിൾ സൈസ് N1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ആണ് N1, ദെൻ 6 ആണ് N2. 6 ഒബ്സർവേഷൻസിനാണ് രണ്ടാമത്തെ സാമ്പിളിൽ. നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ദ കേസ് ഓഫ് എ സ്മോൾ സാമ്പിൾ. ആദ്യം നോക്കാം, ചെറിയ സാമ്പിളാണ്, 7, 6 സാമ്പിൾ സൈസുള്ള ചെറിയ സാമ്പിളാണ്. ദെൻ H0 എന്ന് പറയുന്നത് വി ഹാവ് ടു ടെസ്റ്റ് H0 such that the two independent samples are from populations having the same median. സെയിം മീഡിയനുള്ള പോപ്പുലേഷൻസ് നിന്ന് വന്നിട്ടുള്ള സാമ്പിൾസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു.
Then against H1. H1 state ചെയ്യണം. H1 എന്താ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. The two independent samples are not from populations having the same median. അപ്പോൾ ഡിഫറെൻറ്റ് മീഡിയൻ ഉള്ള പോപ്പുലേഷൻസ് എന്നാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ H1 എടുത്തു. ദെൻ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്കറിയേണ്ട ഡാറ്റ ഫുൾ എന്തൊക്കെയാണെന്ന് നോക്കാം. N1 ഫസ്റ്റത്തെ സാമ്പിൾ സൈസ് 7 ആണ്. N2 രണ്ടാമത്തെ സാമ്പിൾ സൈസ് 6 ആണ്. Then N1 plus N2, that is capital N, which is equal to 13. Then നമുക്ക് മീഡിയൻ കാണണം കമ്പൈൻഡ് സാമ്പിളിൻ്റെ. അപ്പോൾ രണ്ട് സാമ്പിളും കൂടി കമ്പൈൻ ചെയ്യുക, എന്നിട്ട് അതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്താലേ നമുക്ക് മീഡിയൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, സാമ്പിളിൽ ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡർ. ചെറുത് ഏതാ നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 20 ആണ് വരുന്നത്. 20 മുതൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തുടങ്ങാം. 20 മുതൽ അറേഞ്ച് ചെയ്യുമ്പോൾ 20, 23, 25, 27, 28, 30, 35, 40, 41, 42, 48, 56, 60 എന്നിങ്ങനെ കിട്ടും. ബൈ ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ മീഡിയൻ എങ്ങനെയാണ് കാണാം? അറേഞ്ച് ചെയ്തതിൽ സെൻട്രലിൽ വരുന്ന മിഡിൽ വാല്യൂ ഏതാണെന്ന് നോക്കാം. അപ്പോൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? നമുക്ക് 6ഉം 7ഉം 13 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഓഡ് നമ്പറാണ്. ആ ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് സെൻട്രലിൽ കറക്റ്റ് ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിൽ സെൻട്രലിൽ വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കാം. അപ്പോൾ 35 ആണ് സെൻട്രലിലുള്ളത്. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും. 35 ആണ് സെൻട്രൽ വാല്യൂ. അപ്പോൾ അതാണ് മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് 35 എന്ന് കിട്ടി. ദെൻ നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം നമ്മുടെ ടേബിളിൽ സാമ്പിൾ 1, സാമ്പിൾ 2, ടോട്ടൽ, ദെൻ റോ വൈസ് എബവ് മീഡിയൻ, ബിലോ മീഡിയൻ ആൻഡ് ടോട്ടൽ. നോക്കാം, എബവ് മീഡിയൻ സാമ്പിൾ 1ൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റയിലേക്ക് നോക്കാവും എളുപ്പം. കാരണം കമ്പൈൻ ചെയ്ത് പിന്നെ ചെക്ക് ചെയ്യാൻ ഓരോ സാമ്പിളിൻ്റെ ഏതാ വാല്യൂ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മീഡിയൻ നമുക്കറിയാം 35 ആണ്. then അതിൻ്റെ മുകളിൽ ഫസ്റ്റ് സാമ്പിളിൽ എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് നോക്കാമല്ലോ. ഇവിടെ നോക്കാം, 35ൻ്റെ മുകളിൽ എത്ര വാല്യൂ ഉണ്ട്? 41 ഉണ്ട്, 60 ഉണ്ട്, 40 ഉണ്ട്. 3 ഒബ്സർവേഷൻസ് ആണ് അതിൽ മീഡിയൻ്റെ മുകളിലുള്ളത്. ഇപ്പോൾ സാമ്പിൾ 1ൽ 3 ഒബ്സർവേഷൻസ് മീഡിയൻ്റെ മുകളിൽ. ദെൻ അതേ സാധനം സാമ്പിൾ 2ൽ നോക്കണം. അപ്പോൾ സാമ്പിൾ 2ൽ 35ൻ്റെ മുകളിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? അവിടെയും 3 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ അതും 3 വരും. അപ്പോൾ പിയും ക്യൂവും 3 കിട്ടി. ദെൻ ബിലോ മീഡിയൻ എത്ര വാല്യൂസ് ഉണ്ട്? 6ഉം എസും ആണ് ബിലോ മീഡിയൻ വാല്യൂസ്. അപ്പോൾ ബിലോ മീഡിയൻ സാമ്പിൾ 1ൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 35ൻ്റെ താഴെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 20, 25, 2 ഒബ്സർവേഷൻസ്. അപ്പോൾ രണ്ടല്ല, 20, 25, then 28, 35. ബിലോ മീഡിയൻ 4 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പം 4. ദെൻ സാമ്പിൾ 2ൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് നോക്കാം. 23, 27, then 30. അപ്പോൾ 3 ഒബ്സർവേഷൻസ്. അപ്പോൾ അതും കൂടെ. അപ്പോൾ നമ്മളിവിടെ മീഡിയൻ എടുത്ത സമയത്ത് അവിടെ ഒബ്സർവേഷൻസ് നോക്കിയപ്പോൾ 35ഉം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബിലോ മീഡിയൻ വന്നപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ആ വാല്യൂ മീഡിയൻ വാല്യൂവും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം. ദെൻ നമുക്ക് ടോട്ടൽസ് ഇവിടെ കണ്ടുവയ്ക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്കിവിടെ 30 കിട്ടണം. ഇനി നമുക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റി കാണണം, കാരണം സ്മോൾ സാമ്പിൾസ് ആണ്. നൗ കാൽക്കുലേറ്റ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ഗിവൺ ബൈ എഫ് ഓഫ് പി ഗിവൺ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു N1 CP into N2 CQ divided by N1 plus N2 CP plus Q ആണ്. പിയും ക്യൂവും നമുക്കറിയാം, P3 ആണ്, ക്യൂവും 3 ആണ്. 7C3 into 6C3 divided by 13C6 എന്ന് കിട്ടും. This is equal to 0.408. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക? സിഗ്നിഫിക്കൻസ് ലെവലുമായിട്ട് കമ്പയർ ചെയ്യണം. The calculated value is higher than significance level. അപ്പോൾ ആൽഫ നമുക്ക് തന്നിരിക്കുന്നത് 0.05 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 0.05 ആണ്. അതിനേക്കാൾ വലിയ വാല്യൂ ആണ് 0.408. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ എന്ത് ചെയ്യും? accept H0. That is the two independent samples are came from
the population with the same median. Okay. അതാണ് കൺക്ലൂഷൻ. ഇനി ലാർജ് സാമ്പിൾസിൻ്റെ കേസ് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിന് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ എ മാനുഫാക്ചറിങ് കമ്പനി ദ ഇൻക്രിമെൻ്റൽ വീക്ക്ലി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് of two categories of item by using two different methods is given below. Test whether the two samples are from the populations with the same median at 5% level of significance. അപ്പോൾ ഇവിടെയും ആൽഫ 5% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽഫ is equal to 0.05. നേരത്തെ പോലെ അതേ ടെസ്റ്റ് ആണ്. ഇവിടെ സാമ്പിൾ സൈസ് ഒന്ന് ശ്രദ്ധിക്കുക, 1 to 16 സാമ്പിൾ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ലാർജ് സാമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായാലും 30 എബോവ് ഒബ്സർവേഷൻസ് വരും. ഓക്കെ. അപ്പോൾ എക്സ് വൈ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് 2 കാറ്റഗറീസ് തന്നിട്ടുണ്ട്, വീക്ക്ലി 1 മുതൽ 16 വരെ. അപ്പോൾ ആ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ നമ്മൾ പ്രൊസീജിയറിൽ ആദ്യം എച്ച് നോട്ട് സ്റ്റേറ്റ് ചെയ്യാം. വി ഹാവ് ടു ടെസ്റ്റ് എച്ച് നോട്ട് സച്ച് ദാറ്റ് the two independent samples are drawn from populations having the same median. അപ്പോൾ അത് നമ്മൾ എച്ച് നോട്ട് ആക്കി കൊടുത്തു. എഗെയിൻസ്റ്റ് H1 such that the two independent samples are not drawn from populations having the same median. അത് അതേപോലെ തന്നെ എച്ച് നോട്ടും H1 സ്റ്റേറ്റ് ചെയ്യും. ദെൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഫസ്റ്റത്തെ സാമ്പിൾ സൈസ് 16 ആണ്. അപ്പോൾ N1 is equal to 16. Then second sample size N2 is equal to 15. Therefore capital N which is equal to N1 plus N2 equal to 31 എന്ന് കിട്ടും. The pooled observation നമ്മൾ പൂൾ ചെയ്യണം. പൂൾ ചെയ്തിട്ട് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒബ്സർവേഷനെ നമ്മൾ പൂൾ ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ചെറുതിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറുത് 20 ആണ്, ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 91 ആണ്. അപ്പോൾ അതുവരെയുള്ള ഒബ്സർവേഷനെ അറേഞ്ച് ചെയ്യാം. ദെൻ സെൻട്രൽ വരുന്ന വാല്യൂ, അപ്പോൾ 16 + 15 എന്ന് പറഞ്ഞാൽ 31 ആണ്. അപ്പോൾ 31ഉം ഓടാണ്. അത് സെൻട്രൽ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒബ്സർവേഷന് ചെക്ക് ചെയ്യുക. രണ്ട് സൈഡിലേക്കും 29 ഒബ്സർവേഷൻസ് ഉണ്ടാകും, 50 ഒബ്സർവേഷൻസ് ഉണ്ടാകും. നടുവിൽ 16th ഒബ്സർവേഷൻ ഏതാണോ അതാണ് വരിക. അപ്പോൾ 49 ആണ് സെൻട്രൽ വരുന്നത്. അപ്പോൾ 49 ആണ് മീഡിയൻ. ഇനി 49 മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അതേ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. സാമ്പിൾ 1, സാമ്പിൾ 2 ടോട്ടൽ, എബോവ് മീഡിയൻ, ബിലോ മീഡിയൻ, ടോട്ടൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ എടുക്കുക. അതിൽ മീഡിയൻ നമുക്ക് 49 കിട്ടി. ഇപ്പോൾ 49ൻ്റെ എബോവ് എത്ര വാല്യൂസ് ഉണ്ട് സാമ്പിൾ 1ൽ, സാമ്പിൾ 2ൽ എബോവ് എത്ര വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ കിട്ടും. P is equal to 7. സാമ്പിൾ 1ൽ എബോവ് 49 7 ഒബ്സർവേഷൻ ഉണ്ട്. സാമ്പിൾ 2ൽ എബോവ് 49 8 ഒബ്സർവേഷൻസ് ഉണ്ട്. ദെൻ ടോട്ടൽ 15. ദെൻ ബിലോ മീഡിയൻ, സാമ്പിൾ 1ൽ 49ൻ്റെ താഴെ 49 ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ആവും, 9 ഒബ്സർവേഷൻസ് ഉണ്ട്. സാമ്പിൾ 2ൽ ബിലോ മീഡിയൻ 49ൻ്റെ താഴെ 7 ഒബ്സർവേഷൻസ് ഉണ്ട്. ദെൻ താഴെയും മുകളിലും നമ്മൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ടോട്ടൽസ് കാണാം. ഇവിടെ സാമ്പിൾ സൈസ് കൂടുതലാണ്. N1 + N2 എന്ന് പറയുന്നത് 31 വന്നു, ലാർജ് സാമ്പിളാണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ chi-square ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ chi-square സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് chi-square is equal to n into mod PS minus QR minus n/2 whole square divided by P plus Q into R plus S into P plus R into Q plus S ആണ്. ഓരോന്നിനും വാല്യൂസ് കൊടുക്കുക. P, Q, R, S ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 31 into modulus of 7 into 7 minus 8 into 9 minus 31/2 whole square divided by 15 into 16 into 16 into 15 എന്ന് കിട്ടും. Which is equal to 0.0303.
ദെൻ ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ അറിയാം, അതിനനുസരിച്ച് ടേബിൾ വാല്യൂ കാണാം. അപ്പോൾ ആൽഫ is equal to 0.05നും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള chi-square ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 3.841 ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ chi-square ടേബിൾ എടുക്കുക, അതിൽ ഒരു സൈഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഒരു സൈഡ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവലും ഉണ്ടാകും. അതിൽ 0.05 സിഗ്നിഫിക്കൻസ് ലെവലിനും 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.841 ആണ്. നമുക്ക് ടേബിൾ വാല്യൂം കാൽക്കുലേറ്റഡ് വാല്യൂം കിട്ടി. ദെൻ സിൻസ് ഇനി കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യുക, ഏതാണ് വലുത് ഏതാണ് ചെറുത് നോക്കുക. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂനേക്കാളും ചെറുതാണ്. സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, H naught is accepted. That means H naught accept ചെയ്താൽ H naught എന്താ, the incremental weekly production of goods produced by the two methods are with the same median, or the samples are two independent samples are drawn from populations with the same median നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മീഡിയൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.